ഇന്നത്തെ +1 എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി 1950 ടു 1990 എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ടോപ്പിക് ഗ്രീൻ റെവല്യൂഷൻ അഥവാ ഹരിത വിപ്ലവമാണ്. വിദ്യാർത്ഥികൾ കമന്റ് ബോക്സിൽ നിരന്തരം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇപ്രാവശ്യം മുതൽ മലയാള നോട്ട് കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം, ഈ പദം നമ്മൾ പല സ്ഥലങ്ങളിലായി പല തവണ കേട്ടിട്ടുള്ളതാണ്. എന്താണ് ഈ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ? കാർഷികോൽപാദനത്തിനുണ്ടായ വലിയ വർധനവാണ് അല്ലെ. ഇറ്റ് ഈസ് ദ സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡ്യൂ ടു അഡോപ്ഷൻ ഓഫ് ന്യൂ അഗ്രികൾച്ചറൽ സ്ട്രാറ്റജി. പുതിയ കാർഷിക തന്ത്രങ്ങൾ ഉപയോഗിച്ചത് കൊണ്ട് കാർഷികോൽപാദനത്തിലും ഉൽപാദനക്ഷമതയിലും ഉണ്ടായ കാര്യമായിട്ടുള്ള പുരോഗതിയാണ് ഗ്രീൻ റെവല്യൂഷൻ. ഈ കാർഷിക തന്ത്രങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിൽ രാസവളങ്ങളുടെ ഉപയോഗമുണ്ട്, കീടനാശിനികളുടെ ഉപയോഗമുണ്ട്, നല്ല ഹൈടെക് വിത്തനങ്ങളുടെ ഉപയോഗമുണ്ട്, നല്ല മെഷീനറീസിന്റെ ഉപയോഗമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാർഷിക മേഖലയിൽ വലിയ പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു, വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇതാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. ഹരിത വിപ്ലവം 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ദർ ആർ 2 phases. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് 1965 മുതൽ 1975 വരെയാണ്. ഒന്നാം ഘട്ടത്തിൽ നമ്മൾ പുതിയ തന്ത്രങ്ങൾ അഡോപ്റ്റ് ചെയ്തിരുന്നു. ബട്ട് ന്യൂ സ്ട്രാറ്റജി കൺഫൈൻഡ് ഇൻ ടു ഫ്യൂ സ്റ്റേറ്റ്സ് ആൻഡ് 1 ക്രോപ്പ്. പക്ഷെ ആ പുതിയ തന്ത്രങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ പ്രയോഗിച്ച തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങൾ ഏതാനും സ്റ്റേറ്റുകളിൽ മാത്രം ഒതുങ്ങി, ഒരേ ഒരു വിളയിൽ മാത്രം ഒതുങ്ങി. ഏതാനും സ്റ്റേറ്റുകളിലും ഒരേ ഒരു വിളയിലും മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് പ്രശ്നം. സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങിയ സ്റ്റേറ്റുകളിലാണ് അന്നത്തെ ഹരിത വിപ്ലവത്തിന് കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ക്രോപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ, വിളയുടെ കാര്യം എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ഗോതമ്പ് അഥവാ വീറ്റിന് മാത്രമാണ് മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. വീറ്റിന്റെ ഉൽപാദനത്തിന് മാത്രമാണ് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ പുതിയ തന്ത്രങ്ങൾ ഏതാനും സ്റ്റേറ്റുകളിലും അതുപോലെ ഒരേ ഒരു വിളയിലും മാത്രം ഒതുങ്ങി എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ ഘട്ടത്തിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തെ, ഹരിത വിപ്ലവത്തിന്റെ ആദ്യ ഘട്ടത്തെ പറയുന്നത് വീറ്റ് റെവല്യൂഷൻ എന്ന പേരിലാണ്. വീറ്റ് റെവല്യൂഷൻ എന്ന പേരിലാണ് അഥവാ ഗോതമ്പ് വിപ്ലവം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഫേസ് അഥവാ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ 1975 മുതൽ 1985 വരെയുള്ള കാലഘട്ടത്തിലുള്ള ഒരു മാറ്റമാണ് ഈ സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത്. ഈ കാലയളവിൽ ന്യൂ സ്ട്രാറ്റജി സ്പ്രെഡ് ടു മോർ സ്റ്റേറ്റ്സ് ആൻഡ് മോർ ക്രോപ്സ് അല്ലെ. പുതിയ കാർഷിക തന്ത്രങ്ങൾ കൂടുതൽ സ്റ്റേറ്റുകളിലേക്കും കൂടുതൽ വിളകളിലേക്കും വ്യാപിച്ചു. നിരവധി സ്റ്റേറ്റുകളിലേക്ക് പുതിയ തന്ത്രങ്ങൾ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതോടുകൂടെ അവിടെയൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ കുറേ വിളകൾ അതിലേക്ക് വന്നു. നേരത്തെ ഒരു ഗോതമ്പ് മാത്രമായിരുന്നത് പിന്നീട് അരിയിലേക്കും അതുപോലെ തന്നെ മറ്റു വിളകളിലേക്ക്, പച്ചക്കറികളിലേക്ക്, വെജിറ്റബിൾസിൽ, ഫ്രൂട്ട്സിലേക്കൊക്കെ മാറി. അങ്ങനെ രണ്ടാമത്തെ ഘട്ടമാണ് ഹരിത വിപ്ലവത്തിൽ കാതലായ മാറ്റങ്ങൾ സൃഷ്ടിച്ചത്. എന്തുകൊണ്ടാണ് നമ്മൾ പുതിയ തന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹരിത വിപ്ലവം സൃഷ്ടിച്ചെടുത്തത്? വൈ ഗ്രീൻ റെവല്യൂഷൻ? അതിനൊരു കാരണമുണ്ട്. സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു കാര്യമായിരുന്നു മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡിപ്പെൻഡഡ് ഓൺ അഗ്രികൾച്ചർ ഫോർ ദെയർ ലിവ്ലിഹുഡ്. ഉപജീവനത്തിന് വേണ്ടി രാജ്യത്തിന്റെ 75% പേരും അഥവാ ഭൂരിഭാഗം ജനങ്ങളും ആശ്രയിച്ചിരുന്നത് കൃഷിയായിരുന്നു. ബട്ട് ദ പ്രൊഡക്ടിവിറ്റി വാസ് വെരി ലോ. പക്ഷെ അതേസമയം കാർഷികോൽപാദന ക്ഷമത, ഉൽപാദനം വളരെ കുറവായിരുന്നു. നമ്മൾ ഫുഡിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്നു. വി ഡിപ്പെൻഡഡ് ഓൺ ഇമ്പോർട്ട്സ് ഫോർ ഫുഡ് ഗെയിൻസ്. പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അവിടെ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയിച്ചായിരുന്നു നമ്മുടെ ഭക്ഷണം കഴിച്ചു പോയിരുന്നത്. അത് കൂടാതെ തന്നെ അഗ്രികൾച്ചർ വാസ് എ ഗാംബിൾ ഇൻ മൺസൂൺ. മൺസൂൺ കാലഘട്ടത്തില് ഉള്ളൊരു ചൂതാട്ടം മാത്രമായിരുന്നു അഗ്രികൾച്ചർ. നല്ല മഴയുണ്ടെങ്കിൽ കൃഷിയുണ്ട്, മഴയില്ലേ കൃഷിയില്ല. മഴ കുറഞ്ഞ കാലഘട്ടത്തിൽ പട്ടിണിയും വറുതിയും, ഇങ്ങനെയായിരുന്നു നമ്മൾ കാലഘട്ടം കഴിഞ്ഞു പോയിരുന്നത്. ആ സമയത്ത് പുതിയ തന്ത്രങ്ങൾ ആവശ്യമായിരുന്നു, ഒരു മാറ്റം ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ സൃഷ്ടിച്ചെടുത്തത്. നെക്സ്റ്റ്, വാട്ട് ആർ ദ ഇൻഗ്രീഡിയൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഗ്രീൻ റെവല്യൂഷന്റെ പ്രധാനപ്പെട്ട ചേരുവകൾ എന്തായിരുന്നു, അതിന്റെ സവിശേഷതകൾ എന്തായിരുന്നു? ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. ആദ്യത്തെ കാര്യം, യൂസ് ഓഫ് ഹൈ ഈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ്
അഥവാ HYV സീഡ്സ് ഉപയോഗിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം. ഈ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ശാസ്ത്രീയമായിട്ട് ഗവേഷണം നടത്തി വികസിപ്പിച്ചെടുത്ത അതീവ ഉൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ. രണ്ടാമത്തത് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം അത് വളരെയധികം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഉൽപാദന നഷ്ടം കുറക്കാനും ഉൽപാദനക്ഷമത കൂട്ടാനും നമ്മളെ ഈ രാസവളങ്ങളുടെയും കീടനാശിനി ഉപയോഗം വളരെയധികം സഹായിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് യൂസ് ഓഫ് മോഡേൺ ടെക്നോളജീസ് ലൈക്ക് ട്രാക്ടേഴ്സ്, പമ്പ് സെറ്റ്സ് എക്സെട്ര. പമ്പ് സെറ്റുകൾ, ട്രാക്ടർ ഇത്യാദി പുതിയ സാങ്കേതിക വിദ്യകൾ കാർഷിക മേഖലയിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഹരിത വിപ്ലവത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാറ്റം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. എത്രത്തോളം മാറ്റമാണ് ഇവയൊക്കെ നമ്മുടെ കാർഷിക മേഖലയിൽ ഉണ്ടാക്കിയതെന്ന്. മറ്റൊന്നാണ് ഇറിഗേഷൻ ഫെസിലിറ്റീസ്, ജലസേചന സൗകര്യങ്ങൾ. ജലസേചനം, കാർഷിക മേഖലയ്ക്ക് വേണ്ടിയുള്ള ജലസേചനം വളരെ അന്യമായിരുന്ന കാലത്ത് വളരെ ശാസ്ത്രീയമായിട്ട് ജലസേചന സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കാൻ ഹരിത വിപ്ലവത്തിലൂടെ സാധിച്ചു. അതും ഉൽപാദനത്തിൽ വലിയ വർധന ഉണ്ടാക്കാൻ സഹായിച്ചു. മറ്റൊന്ന് പ്രൊവിഷൻ ഓഫ് ക്രെഡിറ്റ് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ്. കുറഞ്ഞ പലിശക്ക് വായ്പ നൽകുക. കർഷകര് കൃഷി ഇറക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് വളരെ കുറഞ്ഞ പലിശക്ക് വായ്പ കൊടുക്കാൻ ഹരിത വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ തീരുമാനിക്കുകയുണ്ടായി. അതും വലിയ ഒരു സഹായമായിരുന്നു, വലിയൊരു സവിശേഷതയാണ്. മറ്റൊന്ന് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, കാർഷിക വിപണന സൗകര്യങ്ങൾ അല്ലെ. കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനുള്ള സൗകര്യക്കുറവുണ്ടായിരുന്നു. അതാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത ഹരിത വിപ്ലവത്തിൽ നടപ്പാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? അല്ലെങ്കിൽ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഇങ്ങനെ പല രീതിയിലും ചോദിക്കാം അല്ലെ. എന്താണ് ഹരിത വിപ്ലവത്തിന്റെ മെച്ചങ്ങൾ? ഇന്ത്യ ബിക്കം സെൽഫ് സഫിഷ്യന്റ് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ഭക്ഷ്യോൽപാദനത്തിന്റെ കാര്യത്തിൽ, ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി. സ്വയം പര്യാപ്തത നേടി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറഞ്ഞു. സ്വന്തമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യാനുസരണം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം ഇൻക്രീസ്ഡ് മാർക്കറ്റ് സർപ്ലസ്. വിപണന മിച്ചം വർദ്ധിച്ചു. മാർക്കറ്റ് സർപ്ലസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പദമായിരിക്കാം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിപണിയിൽ വിൽക്കാൻ മാത്രം ബാക്കി വരുമ്പോഴാണ് അതിനെ മാർക്കറ്റഡ് സർപ്ലസ് അല്ലെങ്കിൽ വിപണന മിച്ചം എന്ന് പറയുക. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് വിപണിയിൽ വിൽക്കാൻ മാത്രം ബാക്കി വരുമ്പോഴാണ് അതിനെ വിപണന മിച്ചം എന്ന് പറയുന്നത്. അത് വർദ്ധിച്ചു എന്നുള്ളതാണ് ഈ കാലയളവിൽ ഒരു പ്രത്യേകത. മറ്റൊന്ന് റെഡ്യൂസ്ഡ് ദ ഇമ്പോർട്ട്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതി വളരെയധികം കുറഞ്ഞു. ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യം കുറഞ്ഞു വന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ക്രിയേറ്റഡ് ബഫർ സ്റ്റോക്ക് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ കരുതൽ ശേഖരം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അഥവാ വരും കാലങ്ങളിൽ ഉണ്ടാകുന്ന ക്ഷാമത്തെ നേരിടാൻ പര്യാപ്തമാവുന്ന രൂപത്തിൽ, അതിന് കഴിയുന്ന രൂപത്തിൽ നമ്മൾ ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഹരിത വിപ്ലവം സൃഷ്ടിച്ച വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. സ്റ്റാർട്ടഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS. നമ്മൾ അറിയുന്നൊരു കാര്യമാണ്. ഇന്നത്തെ കാണുന്ന റേഷൻ സമ്പ്രദായം പോലുള്ള പൊതുവിതരണ സമ്പ്രദായങ്ങൾ ആരംഭിച്ചത് ഗ്രീൻ റെവല്യൂഷന്റെ കാലഘട്ടത്തിലാണ്. ഗ്രീൻ റെവല്യൂഷനാണ് നമ്മൾ അതിനെ സാധ്യമാക്കിയത്. നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യസാധനങ്ങൾ വില കുറച്ച് ലഭിക്കുന്നതിന് വേണ്ടി, എല്ലാവർക്കും, എല്ലാ പാവപ്പെട്ടവർക്കും വില കുറച്ച് ലഭിക്കുന്നതിന് വേണ്ടിയാണ് പൊതുവിതരണ സമ്പ്രദായം, റേഷൻ ഷോപ്പ് പോലുള്ള, മാവേലി സ്റ്റോർ പോലുള്ള പൊതുവിതരണ സമ്പ്രദായം ഉണ്ടായത്. ഇത് ഹരിത വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടമാണ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. ഹരിത വിപ്ലവത്തിന്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഡീമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, അല്ലെങ്കിൽ ഡെഫിഷ്യൻസീസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ, ഇങ്ങനെയൊക്കെ പറയാം അല്ലെ. എന്തായാലും ഹരിത വിപ്ലവത്തിന്റെ പോരായ്മ എന്ന് നോക്കാം. ഇൻക്രീസ്ഡ് ഡിസ്പാരിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ ഫാമേഴ്സ് അല്ലെ. കർഷകർക്കിടയിലുള്ള അസമത്വം വർദ്ധിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് കർഷകർക്കിടയിലുള്ള അസമത്വം വർദ്ധിച്ചത്? എല്ലാ സൗകര്യങ്ങളും ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ നല്ല റിച്ച് ആയിട്ടുള്ള കർഷകരാണ്. ദരിദ്രരായിട്ടുള്ള കർഷകർക്ക് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുള്ള മെച്ചങ്ങളും അതിന്റെ ടെക്നോളജി ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ട് കർഷകർക്കിടയിലുള്ള അസമത്വം വർദ്ധിച്ചു. മറ്റൊന്ന് ദ HYV ക്രോപ്സ് വേർ പ്രോൺ ടു അറ്റാക്ക് ഫ്രം ഇൻസെക്ട്സ് ആൻഡ് പെസ്റ്റ് അല്ലെ. അത്യുൽപാദന ശേഷിയുള്ള വിളകൾ കീടബാധ സാധ്യത വർദ്ധിപ്പിച്ചു.
അല്ലെ? കീടങ്ങൾ ബാധിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിച്ചത് കൊണ്ട് കർഷകർക്ക് അത് വലിയ നഷ്ടങ്ങൾ സൃഷ്ടിച്ചു. ഇപ്പൊ അത്യുൽപാദന ശേഷിയുള്ള വിത്തനങ്ങൾ നമ്മൾ പെട്ടെന്ന് വലിയ ആരോഗ്യമില്ലാത്ത വിത്തനങ്ങളാണ്. അത് കീടബാധ സാധ്യത കൂടുതലാണ്, കീടങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് കർഷകർക്ക് വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. മറ്റൊന്ന്, ഇൻക്രീസ്ഡ് യൂസ് ഓഫ് മെഷീൻസ് കോസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. യന്ത്രങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം തൊഴിലില്ലായ്മ വർദ്ധിച്ചു. ഇന്ത്യ ഒരു ജനസംഖ്യ കൂടിയ രാജ്യമാണ്. യന്ത്രങ്ങളുടെ അമിതമായിട്ടുള്ള ഉപയോഗം സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ തൊഴിലില്ലായ്മ കൂടുതലായിട്ട് വർദ്ധിച്ചു. ദെൻ ഹൈ ഡോസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് പോയിസൺഡ് ദ സോയിൽ. അല്ലെ? രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം നമുക്കറിയാവുന്നതുപോലെ അത് മണ്ണിനെ വിഷമയമാക്കി, വിഷലിപ്തമാക്കി മാറ്റി, നശിപ്പിച്ചു കളഞ്ഞു. അല്ലെ? അമിതമായിട്ടുള്ള രാസവള പ്രയോഗം നമ്മുടെ മണ്ണിനെയും അതുപോലെ തന്നെ വായുവിനെയും ഒക്കെ നശിപ്പിച്ചു കളഞ്ഞു. ഇൻ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ഇറ്റ് വാസ് മെയിൻലി എ വീറ്റ് റെവല്യൂഷൻ. നമ്മുടെ ഗ്രീൻ റെവല്യൂഷന്റെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത്, അതിന്റെ ഒരു വിമർശനാത്മകമായിട്ട് പറയുന്നത്, അതൊരു ഗോതമ്പ് വിപ്ലവം മാത്രമായിരുന്നു. ഗോതമ്പിൽ മാത്രം ഒതുങ്ങി എന്നുള്ളതാണ്. അന്നത്തെ കാലത്ത് മറ്റു വിളകളിലേക്കൊന്നും വ്യാപിപ്പിക്കാനും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് ഒന്നാം ഘട്ടം ഒരു ഗോതമ്പ് വിപ്ലവം മാത്രമായിരുന്നു. ഇതാണ് ഒരു വിമർശനം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇതിനെ ഡിസഡ്വാൻറ്റേജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്തത്. അത് കുറഞ്ഞ മാർക്കിനും കൂടിയ മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പലതവണ പബ്ലിക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വളരെ നന്നായിട്ട് പഠിക്കുക. അടുത്തൊരു ക്ലാസ്സുമായിട്ട് 2 ദിവസത്തിനകം വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.